പോക്സോ നിയമപ്രകാരമുള്ള വ്യാജ ലൈംഗിക ഉപദ്രവാരോപണത്തിൽ പരാതിക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി. വ്യാജ ബലാത്സംഗ പരാതി നൽകിയാൽ മാത്രമാണ് പോക്സോ നിയമത്തിലെ 22-ാം വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കാനാകൂ എന്ന് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ പറഞ്ഞു. വ്യാജ ലൈംഗിക ഉപദ്രവ പരാതി നൽകിയതിന് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 2 പേർ നൽകിയ ഹർജിയിലാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ ഒരാൾ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ഈ 2 പേരും പോലീസിൽ പരാതി നൽകിയിരുന്നത്. പക്ഷേ പരാതിയിൽ പറഞ്ഞ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് വ്യാജ പരാതി നൽകിയതിന് 2 പേർക്കെതിരെയും പോക്സോ നിയമത്തിലെ 22-ാം വകുപ്പ് പ്രകാരം കേസെടുത്തു. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. തങ്ങളുടെ പരാതിയിൽ ലൈംഗിക ഉപദ്രവ ആരോപണം മാത്രമാണുള്ളതെന്നും ബലാത്സംഗ ആരോപണമില്ല എന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. പോക്സോ നിയമത്തിൽ ബലാത്സംഗം വിവരിക്കുന്ന 3, 5, 7, 9 വകുപ്പുകൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ മാത്രമേ 22-ാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കാവൂ എന്നാണ് നിയമം പറയുന്നതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 6 മാസം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. പക്ഷേ നിലവിലെ കേസിൽ 12-ാം വകുപ്പ് അഥവാ ലൈംഗിക ഉപദ്രവം എന്ന വകുപ്പ് മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനാൽ 22-ാം വകുപ്പ് പ്രകാരമുള്ള നിയമ നടപടികൾ ബാധകമല്ലെന്നും കോടതി പറഞ്ഞു. തുടർന്ന് പ്രതികൾക്കെതിരെയായ കേസ് റദ്ദാക്കി ഉത്തരവിട്ടു.